പ്രശാന്ത് സാർ നമസ്കാരം. യു.പിയിൽ നടക്കുന്ന ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന ഒരു കാര്യം തുടർച്ചയായി ഇങ്ങനെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ അടുത്ത് മലയാള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. യോഗിയുടെ ബുൾഡോസർ രാജിന് അന്ത്യം കുറിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ഇനി മുതൽ ബുൾഡോസർ ഉപയോഗിക്കാൻ പാടില്ല, കെട്ടിടങ്ങൾ പൊളിക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. സുപ്രീം കോടതി അതിലിടപെടുന്നു എന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ യു.പിയിൽ ഇപ്പോഴും കെട്ടിടങ്ങൾ, അതായത് അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് ബുൾഡോസർ ഉപയോഗിച്ച് തന്നെ വലിയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ്, സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും യോഗി ഇത് കേൾക്കുന്നില്ലേ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ ഒരു ഏറ്റവും പരമമായ കോടതിയാണല്ലോ. ആ പരമമായ കോടതി പറയുമ്പോൾ യോഗി എന്തുകൊണ്ടാണ് അത് കേൾക്കാത്തത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം? പാർത്ഥ, ഇതിനകത്ത് നമ്മുടെ കേരളത്തിലെ നമ്മൾ പണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പം മാധ്യമ പ്രവർത്തനം അല്ല നടത്തുന്നത്. അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത്. നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. അപ്പം നിലനിൽപ്പിന് വേണ്ടി ഒരുത്തൻ ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും പണി ചെയ്യുന്നു. പക്ഷെ അത് രാജ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ഒരു രാജ്യത്തെ ജനങ്ങളെ മോശമായ രീതിയിൽ നയിക്കുന്ന രീതിയിലും ആവരുത്. മാധ്യമത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു പ്രത്യേക പങ്കുണ്ട്. ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, ഇവിടുത്തെ മാധ്യമങ്ങളെ നോക്കി നിങ്ങളൊരു വാർത്തയും വിലയിരുത്തുക. നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അതിനകത്ത് വേറെ ചില മാർഗങ്ങൾ കൂടി തേടേണ്ടതായിട്ടുണ്ട്. യു.പിയിൽ ഏത് സുപ്രീം കോടതിയാ പറഞ്ഞത് അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കേണ്ട? നിങ്ങൾക്കറിയാം അന്ന് വന്ന വിധി എന്താണെന്ന് അറിയാം. അന്ന് വന്ന വിധി എന്ന് പറഞ്ഞാല് അതും യു.പിയിൽ ആരും കൊടുത്ത കേസല്ല. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇത് അനധികൃതമായ കെട്ടിടം താമസിച്ചിരുന്ന, അതായത് കയ്യേറി താമസിച്ചിരുന്ന ഈ പറയുന്ന കുടിയേറ്റക്കാർ, ബംഗ്ലാദേശികളെ, മ്യാൻമർ മുസ്ലിങ്ങളും വളരെ കൂടുതൽ, അവരെ അവിടുന്ന് പൊളിക്കാൻ തുടങ്ങിയപ്പോൾ അറിയാമല്ലോ, അവരെ മാറ്റുന്നതിനും അല്ലെങ്കിൽ അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നതിനും അനധികൃതമായ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനും അസുഖമുള്ള ആൾക്കാർ അന്ന് ഈ പറയുന്നത് പോലെ മുസ്ലിം നിയമ ബോർഡ് എന്ന് പറയുന്ന ഏതാണ്ടൊരു ബോർഡ്, അതിന്റെ പേര് കൃത്യം എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കുക. അപ്പൊ ഏതായാലും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ആ രാജ്യം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാർ കൊണ്ട് കേസ് കൊടുത്തു. അപ്പം സുപ്രീം കോടതി പറഞ്ഞു അനധികൃതമല്ലാത്ത കെട്ടിടങ്ങൾ ആരുടെയും പൊളിക്കാൻ പാടില്ല. അത് ഈ രാജ്യത്ത് ആർക്കും നടത്താൻ പറ്റത്തില്ല വാർത്ത. അങ്ങനെ പാർത്തന്റെ താമസിക്കുന്ന വീട്, പാർത്തന്റെ കരം കൊടുക്കുന്ന ഉള്ള വീട്, പാർത്തന്റെ പേരുള്ള വീട് ഒരാൾക്കൊന്നും ഗവൺമെന്റ് ഒന്നും അങ്ങനെ പൊളിക്കാൻ പറ്റത്തില്ല. അത് അനുവദനീയമല്ല. അത് അന്ന് ഈ ഒരു വാർത്ത എടുത്തു വെച്ചുകൊണ്ടാണ് അന്ന് യോഗിക്കെതിരെ വന്നത്. അപ്പൊ യോഗി അവിടെ നടത്തുന്നത് മൊത്തം അനധികൃതമായിട്ട് പൊളിപ്പാണെന്ന് വിചാരിച്ചിരുന്നത്. യോഗി അനധികൃതമായിട്ടൊന്നും പൊളിച്ചിട്ടില്ല അവിടെ ഇതുവരെയും. അപ്പൊ അന്ന് ഈ അവിടുത്തെ ഗുണ്ടാരാജുമായിട്ട് ബന്ധപ്പെട്ട്, ഗുണ്ടാരാജ് എന്ന് പറയാൻ എന്തുവായിരുന്നു? ഗുണ്ടാരാജ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് പാവങ്ങളുടെ എല്ലാം പിടിച്ചു പറിക്കുക, പാവങ്ങളുടെ വസ്തു പിടിച്ചു പറിക്കുക, ഗവൺമെന്റ് വസ്തുവിനകത്ത് വീട് വയ്ക്കുക, കരണ്ട് മോട്ടിക്കുക, ഒരു സംവിധാനത്തിന് കാശ് കൊടുക്കാതിരിക്കുക. ഇതിന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എസ് പി ഉൾപ്പെടെ BSP ഉൾപ്പെടെ ഉള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. യോഗി വന്നപ്പോൾ ഈ ഗുണ്ടാളെ എല്ലാം അടിച്ചമർത്താൻ തുടങ്ങി. സാധാരണക്കാരന് ജീവിക്കണമെന്നായി, പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാന്യമര്യാദയ്ക്ക് മാനത്തോടു കൂടി ജീവിക്കണമെന്നായി അതിന് ഇടപെട്ട് തുടങ്ങുമ്പോൾ 150ഓളം ഗുണ്ടകളെ കൊന്നു. ഈ ഗുണ്ടകളുടെ കേസെടുത്ത് കഴിയുമ്പോൾ അവന്റെ വേറെ ബുക്സ് നോക്കി, അവന്റെ വസ്തു നോക്കി, അവൻ താമസിക്കുന്നത് നോക്കി, അവന്റെ ബിസിനസ് എന്തോ നോക്കി, എല്ലാം അനധികൃതമാണ്. ഇതെല്ലാം പിടിച്ചെടുത്തു. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് അവന്റെ കെട്ടിടം എല്ലാം പൊളിച്ചു കളഞ്ഞു. ഒരുത്തരും കേസിന് പോയില്ല. യു.പിന്ന് ഒരുത്തരും കേസ് പോയില്ല. അപ്പം യു.പിന്ന് കേസിന് ഭാഗത്തുനിന്ന് അതിന് കേസിന് പോയിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വളച്ചൊടിക്കുകയാണ്. ന്യായമായിട്ടൊരു ഭരണാധികാരി നീതി അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ നീതി നടപ്പാക്കുകയും സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് അന്യായമുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കുക. അതായത് അന്ന് സംഭവിച്ചത്. അല്ലാതെ അതിനകത്ത് വേറെ അത് ആ കോടതി വിധിക്കകത്ത് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ വളരെ കൃത്യമായിട്ട് പൊളിച്ചു മാറ്റിയിരിക്കണം. ആരെങ്കിലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളുടെയോ ഭൂമിയോ കെട്ടിടമോ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഒഴിപ്പിക്കണമെന്നും ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് അല്ലാത്തതിനകത്ത് യാതൊരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് ഈ നമ്മുടെ ഈ പറയുന്നത് പോലെ ഈ ഡൽഹിയില് ഈ മീററ്റിൽ, അല്ലെങ്കിൽ ഡൽഹി മീററ്റ് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഡെവലപ്മെന്റ്സിനകത്ത് അതായത് അലൈൻമെന്റ് കഴിഞ്ഞപ്പം റാപ്പിഡ് റെയിൽ ആൻഡ് മെട്രോ എന്ന പ്രോജക്റ്റാണ്. മെട്രോയും അല്ല റെയിലും എല്ലാം കൂടെ അതിന്റെ അലൈൻമെന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ അലൈൻമെന്റിന്റെ ഒത്ത നടുക്ക് അവിടുത്തെ ഒരു മസ്ജിദ് വരും.
അപ്പൊ നമ്മൾ ഈ സാധാരണ ഈ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 അലൈൻമെന്റ് ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇടാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നു, അതിനകത്ത് ഏറ്റവും യോഗ്യമായിട്ടുള്ളത് എടുക്കുന്നു. ഇപ്പം അലൈൻമെന്റ് 3 എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കുറവ് കെട്ടിടങ്ങൾ പൊളിക്കേണ്ടതായിട്ടുള്ളതിനകത്ത് ആ അലൈൻമെന്റ് എടുക്കാറുണ്ട്. അങ്ങനെ അപ്പൊ ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ അലൈൻമെന്റിന്റെ നടുക്കാൻ ഒരു മസ്ജിദ് വരുന്നുണ്ട്. അപ്പൊ മസ്ജിദ് പൊളിച്ചു മാറ്റി തരും. അതിനകത്ത് വേറെ സംവിധാനം നമ്മൾ കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നിങ്ങളുടെ കെട്ടിടം ഒരു ഡെവലപ്മെന്റ്സിന് വേണ്ടി എടുത്താൽ അതിനകത്ത് ആ പ്രദേശത്തുള്ള വിലയാണ് ഇപ്പൊ ഗവൺമെന്റ് കൊടുത്ത് അവിടുന്ന് മാറ്റി മാറാനുള്ള സമയം. അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തുടരുത്, കളിക്കരുത്, കളിച്ച കളി യോഗി പഠിക്കും. അപ്പം വലിയ ഒരു 160 കൊല്ലം പഴക്കമുള്ള ഒരു മസ്ജിദാണ്. അപ്പൊ മുനിസിപ്പാലിറ്റിയെ വിട്ടു, യോഗി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആൾക്കാരെ വിട്ടിട്ട് പറഞ്ഞ ആ കെട്ടിടത്തിന്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ ഈ പറയുന്ന പോലെ കെട്ടിടത്തിനകത്ത് ആ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട്. മോഡിഫിക്കേഷൻ വരുത്തിയതിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ആരോടും ചോദിച്ചിട്ടില്ല. അതിനുശേഷം റവന്യൂ രേഖകൾ നോക്കിയപ്പോൾ ഒരു രേഖയും അപ്പൊ മുനിസിപ്പാലിറ്റിക്കാരെ വീണ്ടും ചെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നാളെ ചെന്ന് ആ കെട്ടിടം അങ്ങ് പൊളിക്കണേ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പൊളിച്ചോളാം, അല്ലെങ്കിൽ അന്നേരം അങ്ങ് തവിഞ്ഞു. കെട്ടിടം യോഗി പറഞ്ഞു പൊളിച്ചാട്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ഞങ്ങൾ പൊളിക്കാൻ നോക്കിയപ്പോ ഒരു 2 പേരെ വെച്ചേക്ക് 1 ഏക്കർ കെട്ടിടം പൊളിക്കാൻ. അതായത് 2 പേരെ വെച്ചിട്ട് ഒരു ചെറിയ ചുറ്റിലും ഒക്കെ കൊടുത്ത് ഒരു ചെറിയ പാരയൊക്കെ കൊടുത്ത്, കാരണം ഇതെങ്ങനെയും ഒരു നാളെ കാലത്തെ സമയം കിട്ടിയാൽ ഒരു കേസും ഒക്കെ ആക്കി അവിടെ കിട്ടാക്കാന്ന് വെച്ചിട്ടാ യോഗി ഒരു 4 ബുൾഡോസർ ഇങ്ങോട്ട് വന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് കെട്ടാൻ എടുത്തു കളഞ്ഞു. ഇതാണ് അതിനകത്തെ സംഭവം. അതായത് ഒരു വെല്ലുവിളി, അതായത് 168 കൊല്ലം കൊണ്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കെട്ടിടമാണ്, യോഗിയിലെ കയറി തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഭീഷണി മുഴക്കിയതിന് ശേഷം യോഗി ആദ്യമേ മര്യാദയ്ക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽസും ചോദിച്ചല്ല, പരിശോധിക്കാൻ വേണ്ടിയാണ്. 160 കൊല്ലം കൊണ്ട് നിൽക്കുന്ന ഒരു മസ്ജിദിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വളരെ കൃത്യമാണെന്നല്ലേ ഞാനായാലും പാർത്ഥനായാലും യോഗി ആയാലും ആദ്യം വിചാരിക്കത്തുള്ളൂ. അതായത് ഇന്ത്യയിലുടനീളം അനധികൃതമായിട്ട് എവിടെ നോക്കിയാലും ഇതുപോലെ സ്ഥലങ്ങൾ കയ്യേറി പള്ളികൾ വെക്കുക, അല്ലെങ്കിൽ പള്ളികളല്ല മോസ്കുകൾ വെക്കുക, വ്യാപാര സ്ഥാനങ്ങൾ സ്ഥാപിക്കുക. നിങ്ങൾക്കറിയാം, നമ്മൾ കേരളത്തിനെ പരിശോധിക്കും. ഈ കേരളത്തിൽ റോഡിൽ കച്ചവടം ചെയ്യുന്നതൊക്കെ ആരാ? ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നത്, നിങ്ങളത് പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗിയോട് കൂടിയിരിക്കുന്ന റോഡുകളിൽ റോഡിന്റെ പ്രധാനപ്പെട്ട കച്ചവടം ചെയ്യുന്നവർ. അത് നിയമം അവർക്ക് വിഷയമല്ല, അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് ചില ആൾക്കാരുടെ ഒരു വിഷയം. അപ്പൊ ഇതുപോലെ തന്നെ ഗോഡ്പൂരിലൊരു വിഷയമുണ്ട്. ഗോഡ്പൂരിലെ ഇതുപോലെ അനധികൃതമായിട്ട് നിൽക്കുന്ന ഒരു മസ്ജിദ് ഉണ്ട്. 15 ദിവസമായി നോട്ടീസ് കൊടുത്തിട്ട് പൊളിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് ഗോഡ്പൂർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പ്രദേശമാണ്. ആ 15 ദിവസത്തേക്കാണ് 28-ാം തീയതി 15 ദിവസം കഴിയും. 28-ാം തീയതി കഴിയുമ്പോൾ പള്ളി പൊളിച്ചില്ലെങ്കിൽ എടുത്ത് ഊര കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളിയല്ലേ മസ്ജിദ്. അപ്പൊ ഇതിനു മുമ്പേ ഈ നടപ്പാക്കിയ ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു, നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് ഈ വാർത്തയാരും കൊടുക്കത്തില്ലായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭയാണ് ഇവിടെ ആയിരുന്നു. എവിടാന്നറിയോ? ഗുജറാത്തിൽ 1500 പള്ളി മോദി മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോ, പള്ളിയല്ല അമ്പലം പൊളിച്ചിട്ടുണ്ട്. പള്ളിയല്ലല്ലോ, അമ്പലം. 1500 അമ്പലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതായത് ഡെവലപ്മെന്റ്സിന് ഇതുപോലെ അലൈൻമെന്റ് നോക്കുമ്പോൾ റോഡുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് തടസ്സമായിട്ട് നിൽക്കുന്ന അതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അന്നായിരുന്നു ഈ പ്രവീൺ തൊഗാഡിയ കയറി ആയുധത്തിനകത്ത് മോദിക്കിട്ടൊരു പണിക്കൂടായിരുന്നു. പ്രവീൺ തൊഗാഡിയ കയറി VHP കളിച്ചു, അമ്പലം പൊളിക്കാനൊക്കത്തില്ല. അതോടുകൂടി പ്രവീൺ തൊഗാഡി ഇപ്പൊ എവിടാന്ന് അറിയത്തില്ല. അവിടെ മോദി അവിടുന്ന് വന്ന് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഞാനീ പറഞ്ഞത് അപ്പം ഡെവലപ്മെന്റ്സിന് വേണ്ടി. അതുപോലെ BJPയുടെ എത്ര കൊല്ലം പഴക്കമുള്ള കെട്ടിടമാണ് UP യിൽ പൊളിച്ചു കളഞ്ഞെന്നറിയാം. അദ്ദേഹം BJPക്കാരൻ. അപ്പം ഈ യോഗി ആദിത്യനാഥ് കാവ്യ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ നീതി, ന്യായവും ധർമ്മവും ആ പ്രദേശത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ജോലി ചെയ്തു പോകുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അനധികൃതമായിട്ടുള്ളത് ഒന്നും അനുവദിക്കത്തില്ല. അത് ഹിന്ദുവിന്റെ അനുവദിക്കത്തില്ല, ക്രിസ്ത്യാനിയുടെ അനുവദിക്കത്തില്ല, മുസൽമാന്റെ അനുവദിക്കത്തില്ല, സിഖുകാരന്റെ അനുവദിക്കത്തില്ല, ഒന്നും അനുവദിക്കില്ല. പരിശോധിച്ചാൽ ഗുണ്ടാരാജിനകത്ത് ഗുണ്ടകളെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗുണ്ടകളെ പിടിക്കുന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് ഗുണ്ടകൾ കൂടുതൽ ഹിന്ദുക്കളായിരുന്നു. അതുപോലെ അല്ല ഇപ്പൊ പറയുന്ന മസ്ജിദ് കൂടുതലായിട്ട് പൊളിക്കുന്ന പറഞ്ഞാൽ എന്റെ മുന്നിൽ വാർത്ത മസ്ജിദ് മൊത്തം ഈ പറയുന്നത് അനധികൃതമായിട്ടുള്ളതാ നിൽക്കുന്നേ. അതുകൊണ്ടാ പൊളിക്കുന്നത്. ചില പള്ളികൾ പല പ്രദേശങ്ങളും പൊളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാറിനെതിരെ ഇവിടുത്തെ കുറെ ഫേസ്ബുക്കുകൾ യൂട്യൂബുകളൊക്കെ വരുന്നുണ്ട്. ഈ പള്ളിയെല്ലാം അനധികൃതമായിട്ട് നിൽക്കുന്നിടത്താ പൊളിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശമെല്ലാം ഇവിടെ കുരിശടി വെച്ചിട്ട് റോഡ് പണി അസംഭവിക്കാത്തോളം കേരളത്തിലെ കൂട്ടൊന്നും ഇപ്പൊ ഈ വടക്കേ ഇന്ത്യയിലേക്ക് നടക്കത്തില്ല. വടക്കേ ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ജാതിയും മതവും ഒക്കെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിനും അവനവന്റെ പുരോഗതിയുടെക്കും ഭാഗമായിട്ട് നിൽക്കാനേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. അല്ല അതാണ് ഏറ്റവും ആദ്യം എന്നുള്ള രീതിയൊക്കെ മാറി. അതിപ്പോഴും ഉപയോഗിക്കുന്ന കേരളത്തിലാണ്, പ്രബുദ്ധമായ നമ്മുടെ കേരളത്തിൽ. അപ്പം യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉരുട്ടേണ്ടിടത്താണ്
കേരളത്തിൽ ആരും രോമാഞ്ചം കൊണ്ടിട്ട് കാര്യമില്ല. കേരളത്തിൽ രോമാഞ്ചം കൊണ്ടതിന് ശേഷവും വളരെ കൂടുതലായിട്ടുള്ള ബുൾഡോസറുകൾ അവിടെ ഉരുണ്ടിട്ടുണ്ട്. ഒരു ഭീഷണി. അതിനുശേഷം ഇപ്പൊ ഉരുണ്ടത് 168 കൊല്ലം പഴക്കമുള്ള ഒരു മസ്ജിദാണ്. അതുകൊണ്ട് വലിയ വലിപ്പത്തിലുള്ള മസ്ജിദാണ്. അതുകൊണ്ട് യോഗിയുടെ അടുത്ത് കയറി മുട്ടുമ്പോൾ സൂക്ഷിച്ചു മുട്ടുക. അല്ലെങ്കിൽ അതിന് തരം പോകുന്നിടത്ത് മാത്രം കയറി മുട്ടുക എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയുവാനുള്ളത്. ശരി, എന്തായാലും അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കുറച്ചു മുമ്പ് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, അതായത് അവിടെ അനധികൃതമായി നിർമ്മിച്ചു എന്ന് കണ്ട BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് യോഗിയുടെ സർക്കാർ ബുൾഡോസർ വെച്ച് തകർത്ത് കളഞ്ഞിരുന്നു. അതായത് വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അനധികൃതമായി ഹിന്ദുവോ മുസ്ലിമോ BJPയോ കോൺഗ്രസോ എന്നതല്ല, ആര് ചെയ്താലും അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന തരത്തിൽ തന്നെയാണ് യോഗി മുന്നോട്ട് പോകുന്നത് എന്നാണ് അങ്ങയുടെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.